വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ ചെറിയൊരു ലെമണിൻ്റെ പെയിൻറ്റിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. ഗുവാഷ് കളേഴ്സാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കെച്ച് ബുക്കും ബ്രഷും കളേഴ്സൊക്കെ ആയിട്ട് വന്നോളൂ, നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സ്കെച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ലെമണും അതിൻ്റെ ലീവ്സും നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ചെറിയ സ്കെച്ചിൽ ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ അതായിരിക്കും ഈസി. പിന്നീട് നമുക്ക് വലിയ ക്യാൻവാസിലൊക്കെ വലുതായിട്ട് സ്റ്റിൽ ലൈഫ്, ഓയിൽ പെയിൻ്റൊക്കെ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെ ഇനി 4 കളേഴ്സാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ബേൺഡ് സിയന്ന, യെല്ലോ ഓക്കർ, പിന്നെ മിഡ് യെല്ലോ ആൻഡ് ലെമൺ യെല്ലോ, പിന്നെ ഇത്തിരി വൈറ്റും. ഇനി നമുക്ക് യെല്ലോ ഓക്കറും മിഡ് യെല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാക്കാം. ലെമണിൻ്റെ വന്ന ഡാർക്ക് പോർഷനിലെല്ലാം നമുക്കത് അടിച്ചു കൊടുക്കാം. സെൻറ്ററിൽ വന്ന് ലൈറ്റ് വരുന്ന പോർഷനാണ്, അവിടെ വന്ന് നമ്മൾ ഇങ്ങനെ ബ്ലാങ്ക് ആക്കി വിട്ടിട്ട് ലെമൺ യെല്ലോ ആണ് അവിടെ അടിക്കേണ്ടത്. ഇത് അടിച്ച് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത്തിരി മിഡ് യെല്ലോയും കൂടിയും അതിൻ്റെ ഗ്യാപ്പിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇതേമാതിരി തന്നെ നെക്സ്റ്റ് ലെമണും ചെയ്തെടുക്കാം. ഷെയ്ഡ് വരുന്നിടത്തൊക്കെ നമ്മൾ കുറച്ച് ഡാർക്കാക്കി കൊടുക്കുകയാണ്. ബേൺഡ് സിയന്ന യെല്ലോ ഓക്കറാണ് അതിന് എടുക്കുന്നത്. പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ വൈറ്റ് കൊടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബേസാണ് ചെയ്യുന്നത്. അതിൽ ബേൺഡ് സിയന്നയും യെല്ലോ ഓക്കറും കുറച്ച് കൂടുതലെടുത്തിട്ട് ബേസ് അടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബേൺഡ് സിയന്നയും ബ്ലാക്കും മിക്സ് ചെയ്ത് കുറച്ച് ഡാർക്ക് കളറാക്കിയിട്ട് ഈ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പിക്ചർ ഇങ്ങോട്ട് എടുത്ത് കാണിക്കുന്ന മാതിരി നമുക്ക് തോന്നും, ബാക്ക്ഗ്രൗണ്ടും കൂടി അടിച്ച് കഴിയുമ്പോൾ. ഇനി നമ്മൾ അതിൻ്റെ ബേസിൽ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലെമണിൻ്റെ അടിയിലെല്ലാം അതിൻ്റെ ഷേഡോ എല്ലാം കാണുന്ന വിധത്തിൽ കുറച്ചും ബ്ലാക്ക് ആഡ് ചെയ്ത് ഡാർക്കാക്കി കൊടുക്കാം. ഇനി നമ്മൾ ലീവ്സാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഗ്രീനും യെല്ലോ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് പോർഷൻ അടിക്കാം. പിന്നെ ഗ്രീനും ബ്ലാക്കും ബ്രൗണൊക്കെ മിക്സ് ചെയ്തിട്ട് ഡാർക്ക് ഷെയ്ഡ് താഴത്തെ പോർഷനൊക്കെ ഡാർക്കാക്കി കൊടുക്കാം. അത് രണ്ടും ബ്ലെൻഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ ലെമണമ്മ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ടെക്സ്ചർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലോണം ലെമൺ യെല്ലോ ഒക്കെ അടിച്ച് ഞാൻ അതിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഡോട്ട്സ് മാതിരി ഇടണം. ലെമണിൻ്റെ ടെക്സ്ചർ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. അതേമാതിരി അടുത്ത ലെമണും ഇതേമാതിരി ചെയ്തെടുക്കാം. കുറച്ച് ലെമൺ യെല്ലോ കൊടുത്ത് അതിൻ്റെ ഷേപ്പും ഷെയ്ഡൊക്കെ കറക്റ്റാക്കിയിട്ട് ഹൈലൈറ്റും കൂടി കൊടുക്കാം. പിന്നെ ലീഫിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ ഓക്കർ ആഡ് ചെയ്യുന്നുണ്ട്. ലീഫിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡായി നിൽക്കുന്നതാണത്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറച്ചും കൂടിയും യെല്ലോ ഓക്കറെല്ലാം കൊടുത്ത് ഷെയ്ഡ് കൊടുക്കാം. സെൻട്രൽ പോർഷനിലും കുറച്ച് ഡാർക്ക് ആഡ് ചെയ്തിട്ട് ബ്ലാക്കും കൂടി ആഡ് ചെയ്ത് അവിടെ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ എഡ്ജ് വന്ന് ലൈറ്റ് കാരണം കൊണ്ട് ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എഡ്ജിലൊക്കെ കുറച്ചും കൂടിയും ലെമൺ യെല്ലോ കൊടുത്ത് ബോർഡറൊക്കെ കുറച്ചും കൂടിയും നമ്മൾ ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആ ലീഫിന് വന്ന് അതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവും. ലീവ്സിൻ്റെ വെയിൻസും കൂടി നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൂടി കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പെയിൻറ്റിങ്സൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ക്യാൻവാസിലേക്കൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ. പിന്നെ എൻ്റെ ചാനലിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. അത് രണ്ടും നിങ്ങൾ പോയി കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഹാപ്പി പെയിൻറ്റിങ്.